Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് ദ കിങ് ആൻഡ് ഹിസ് ഇറസ്പോൺസിബിൾ പീപ്പിൾ. രാജാവും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വബോധമില്ലാത്ത പ്രജകളും. ഈ കഥയിൽ നിന്നും തീർച്ചയായും നിങ്ങൾക്ക് പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. വൺസ് അപ്പോൺ എ ടൈം ദർ വാസ് എ കിങ് ഹൂ ലിവ്ഡ് ഇൻ എ പാലസ് ഓൺ ദ ബാങ്ക്സ് ഓഫ് എ റിവർ. വൺസ് അപ്പോൺ എ ടൈം, പണ്ടൊരിക്കൽ. ദർ വാസ് എ കിങ്, ഒരു രാജാവുണ്ടായിരുന്നു. ഹു, അദ്ദേഹം, രാജാവ്. ലിവ്ഡ്, ജീവിച്ചിരുന്നത്. ഇൻ എ പാലസ്, ഒരു കൊട്ടാരത്തിലായിരുന്നു. ഓൺ ദ ബാങ്ക്സ് ഓഫ് എ റിവർ. ബാങ്ക് എന്നാൽ കര, റിവർ എന്നാൽ പുഴ. ഒരു പുഴയുടെ കരകളിലായിട്ടായിരുന്നു, അവിടെ ഒരു കൊട്ടാരത്തിലായിരുന്നു രാജാവ് ജീവിച്ചിരുന്നത്. ഹി വാസ് അൺഹാപ്പി ബിക്കോസ് ദ പീപ്പിൾ ഓഫ് ഹിസ് കിങ്ഡം വെർ ഇറസ്പോൺസിബിൾ. ഹി വാസ് അൺഹാപ്പി, അദ്ദേഹം അസന്തുഷ്ടനായിരുന്നു. ബിക്കോസ്, കാരണം. ദ പീപ്പിൾ ഓഫ് ഹിസ് കിങ്ഡം, അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലെ ജനങ്ങൾ. വേർ, ആയിരുന്നു. ഇറസ്പോൺസിബിൾ എന്നാൽ ചുമതല ബോധമില്ലാത്ത, ഉത്തരവാദിത്വമില്ലാത്ത, ഇതൊക്കെയാണ് അർത്ഥം. രാജാവ് അസന്തുഷ്ടനായിരുന്നു, കാരണം ആ രാജ്യത്തിലെ ജനങ്ങൾ ഉത്തരവാദിത്വം ഇല്ലാത്തവരായിരുന്നു. എവരി ടൈം ഹി വെൻ്റ് ഔട്ട് ഇൻ ഹിസ് ചാരിയറ്റ്. ചാരിയറ്റ് എന്നാൽ രഥം എന്നുള്ള അർത്ഥമാണ്. പ്രാചീന കാലത്ത് ഉപയോഗിച്ചിരുന്ന ശകടം. എവരി ടൈം, എല്ലാ സമയത്തും. ഹി വെൻ്റ് ഔട്ട് ഇൻ ഹിസ് ചാരിയറ്റ്, അദ്ദേഹം പുറത്തേക്ക് പോകുമ്പോഴൊക്കെ, പുറത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രഥത്തിൽ. ഹി യൂസ് ടു സീ സ്റ്റോൺസ് ആൻഡ് റബിഷ് ലൈയിങ് ഓൺ ദ റോഡ്സ്. അദ്ദേഹം പുറത്തിലൂടെ സഞ്ചരിക്കുമ്പോഴൊക്കെ. ഹി യൂസ് ടു സീ, അദ്ദേഹം കാണാറുണ്ടായിരുന്നു. സ്റ്റോൺസ്, കല്ലുകൾ. ആൻഡ് റബിഷ് എന്നാൽ ഉച്ഛിഷ്ടം, ചവറ്, ഇതൊക്കെയാണ് അർത്ഥം. ലൈയിങ് ഓൺ ദ റോഡ്, ലൈയിങ് എന്നാൽ കിടക്കുക. റോഡിൽ, വഴിയിൽ കല്ലുകളും ചപ്പുചവറുകളും എപ്പോഴും അദ്ദേഹം പുറത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം കാണാറുണ്ടായിരുന്നു. ഹി യൂസ് ടു സീ എന്നാൽ അദ്ദേഹം കാണാറുണ്ടായിരുന്നു. എവരി ടൈം ഹി സെയിൽഡ് ഇൻ ഹിസ് ബോട്ട്. ഹി ഫൗണ്ട് ദ റിവർ വെരി ഡേർട്ടി. എവരി ടൈം, എല്ലാ സമയത്തും. ഹി സെയിൽഡ് ഇൻ ഹിസ് ബോട്ട്. സെയിൽ എന്നാൽ കപ്പൽ യാത്ര നടത്തുക, ജലമാർഗം കടക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ജലയാത്ര നടത്തുക. എവരി ടൈം ഹി സെയിൽഡ് ഇൻ ഹിസ് ബോട്ട്. രാജാവ് അദ്ദേഹത്തിൻ്റെ ബോട്ടിൽ ജലയാത്ര നടത്തുമ്പോഴൊക്കെ. ഹി ഫൗണ്ട്, അദ്ദേഹം കണ്ടെത്താറുണ്ടായിരുന്നു. ദ റിവർ വെരി ഡേർട്ടി എന്നാൽ വൃത്തികേടായ, വൃത്തിയില്ലാത്ത, മലിനമായ, ഇതൊക്കെയാണ് അർത്ഥം. പുഴ മലിനമായിട്ടുള്ള അവസ്ഥയിൽ രാജാവ് കാണാറുണ്ടായിരുന്നു. അലാസ്, വൈ ആർ മൈ പീപ്പിൾ സോ ഇറസ്പോൺസിബിൾ. ഹി മോൺഡ്. അലാസ് എന്നാൽ കഷ്ടം, അത്ഭുതം തന്നെ, ഇതൊക്കെയാണ് അർത്ഥം. വൈ ആർ മൈ പീപ്പിൾ സോ ഇറസ്പോൺസിബിൾ, എന്തുകൊണ്ടാണ് എൻ്റെ രാജ്യത്തെ ആളുകൾ വളരെ ഉത്തരവാദിത്തമില്ലാത്തവരായത്. ഹി മോൺഡ് എന്നാൽ മുരളുക, വിലപിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഹി മോൺഡ്, അദ്ദേഹം വിലപിച്ചു, രാജാവ്. വൈ ഡു ദേ നോട്ട് കീപ് ദ റോഡ്സ് ക്ലീൻ. ഹി തോട്ട് ഫോർ എ വൈൽ ആൻഡ് സെഡ്. വൈ ഡു ദേ നോട്ട് കീപ് ദ റോഡ്സ് ക്ലീൻ. അവർ എന്തുകൊണ്ട് വഴികൾ വൃത്തിയാക്കി സൂക്ഷിക്കുന്നില്ല. ഹി തോട്ട് ഫോർ എ വൈൽ, അദ്ദേഹം അല്പസമയം ചിന്തിച്ചു. ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു. ഐ മസ്റ്റ് ടീച്ച് ദം എ ലെസൺ. ഞാൻ അവരെ തീർച്ചയായിട്ടും ഒരു പാഠം പഠിപ്പിക്കണം. വൺ നൈറ്റ് ഹി ടുക്ക് എ ബാഗ് ഓഫ് ഗോൾഡ് കോയിൻസ് വിത്ത് ഹിം ആൻഡ് വെൻറ്റ് ടു ദ മെയിൻ റോഡ്. വൺ നൈറ്റ്, ഒരു ദിവസം രാത്രി. ഹി ടുക്ക്, അദ്ദേഹം എടുത്തു, രാജാവ്. എ ബാഗ് ഓഫ് ഗോൾഡ് കോയിൻസ്, ഒരു ബാഗ് സ്വർണ്ണ നാണയങ്ങൾ. വിത്ത് ഹിം, അദ്ദേഹത്തിൻ്റെ കൂടെ. ആൻഡ് വെൻറ്റ് ടു ദ മെയിൻ റോഡ്, എന്നിട്ട് അദ്ദേഹം മെയിൻ റോഡിലേക്ക് പോയി. ഹിസ് മിനിസ്റ്റർ വാസ് ഓൾസോ വിത്ത് ഹിം. അദ്ദേഹത്തിൻ്റെ മന്ത്രിയും രാജാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു.
ഹീ സോ എ പിറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദ റോഡ്. ഹീ സോ അദ്ദേഹം കണ്ടു. എ പിറ്റ്, പിറ്റ് എന്നാൽ കുഴി എന്നുള്ള അർത്ഥമാണ്. ഹീ സോ എ പിറ്റ് അദ്ദേഹം ഒരു കുഴി കണ്ടു. ഇൻ ദ മിഡിൽ ഓഫ് ദ റോഡ് റോഡിൻ്റെ നടുവിലായിട്ട്. ഹീ പുട്ട് ദ ഗോൾഡ് കോയിൻസ് ഇൻ ഇറ്റ്. ഹി അദ്ദേഹം രാജാവ് പുട്ട് ഇട്ടു ദ ഗോൾഡ് കോയിൻസ് സ്വർണ്ണ നാണയങ്ങൾ ഇൻ ഇറ്റ് അതിൽ ആ കുഴിയിൽ രാജാവ് സ്വർണ്ണ നാണയങ്ങൾ ഇട്ടു. ദെൻ ദ കിങ് ആൻഡ് ദ മിനിസ്റ്റർ കവേർഡ് ദ പിറ്റ് വിത്ത് എ ബാഗ് സ്റ്റോൺ. ദെൻ പിന്നീട് ദ കിങ് ആൻഡ് ദ മിനിസ്റ്റർ രാജാവും മന്ത്രിയും കവേർഡ് മൂടിവെച്ചു ദ പിറ്റ് ആ കുഴി മൂടിവെച്ചു വിത്ത് എ ബിഗ് സ്റ്റോൺ ഒരു വലിയ കല്ലുകൊണ്ട്. നെക്സ്റ്റ് ഡേ എ മാൻ കെയിം അലോങ് ദ റോഡ്സ് ഇൻ ഹിസ് കാർട്ട് വിച്ച് വാസ് ഫുൾ ഓഫ് കോൾ. നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം എ മാൻ കെയിം ഒരു പുരുഷൻ വന്നു. അലോങ് ദ റോഡ് ഇൻ ഹിസ് കാർട്ട് വഴിയിലൂടെ ആ വഴിയിലൂടെ ഒരു പുരുഷൻ വന്നു. ഇൻ ഹിസ് കാർട്ട് അദ്ദേഹത്തിൻ്റെ ഉന്തുവണ്ടിയുമായിട്ട് വന്നു. വിച്ച് അതിൽ ആ ഉന്തുവണ്ടിയിൽ വാസ് ഫുൾ ഓഫ് കോൾ. കോൾ എന്നാൽ കൽക്കരി. ആ ഉന്തുവണ്ടിയിൽ മുഴുവനായിട്ടും കൽക്കരിയായിരുന്നു. ഹീ സോ ദ ബിഗ് സ്റ്റോൺ ഇൻ ദ മിഡിൽ ഓഫ് ദ റോഡ് ബട്ട് ഹീ വാസ് നോട്ട് വറീഡ് എബൌട്ട് ഇറ്റ്. ഹീ സോ അദ്ദേഹം കണ്ടു ദ ബിഗ് സ്റ്റോൺ ഒരു വലിയ കല്ല് ഇൻ ദ മിഡിൽ ഓഫ് ദ റോഡ് റോഡിൻ്റെ നടുവിലായിട്ട്. ബട്ട് പക്ഷേ ഹീ വാസ് നോട്ട് വറീഡ് എബൌട്ട് ഇറ്റ് അത് അദ്ദേഹത്തെ ആദി പിടിപ്പിച്ചില്ല. ഹീ മൂവ്ഡ് ഹിസ് കാർട്ട് റൗണ്ട് ദ സ്റ്റോൺ ആൻഡ് വെൻ്റ് അവേ. അദ്ദേഹത്തിൻ്റെ ഉന്തുവണ്ടി ആ കല്ലിൽ നിന്നും ദൂരെ വഴിയിലൂടെ മാറി സഞ്ചരിച്ചു. ദെൻ അനദർ മാൻ കെയിം അലോങ് വിത്ത് എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ആൻഡ് ഗോഡ്സ്. ദെൻ പിന്നീട് അനദർ മാൻ മറ്റൊരു പുരുഷൻ കെയിം വന്നു അലോങ് വിത്ത് എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ആൻഡ് ഗോഡ്സ് ഒരു കൂട്ടം ചെമ്മരിയാടുകളെയും ആടുകളെയുമായിട്ട് മറ്റൊരു പുരുഷനും കൂടെ ആ വഴിയിലൂടെ വന്നു. ദ മാൻ ഡിഡ് നോട്ട് പേ അറ്റൻഷൻ ടു ഇറ്റ് ആൻഡ് ഡ്രോവ് ഹിസ് ഫ്ലോക്ക് റൗണ്ട് ദ അതർ സൈഡ് ഓഫ് ദ സ്റ്റോൺ. ദ മാൻ അദ്ദേഹം ഡിഡ് നോട്ട് പേ അറ്റൻഷൻ അദ്ദേഹം ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ അദ്ദേഹം ഗൗനിച്ചില്ല. പേ അറ്റൻഷൻ എന്നാൽ ശ്രദ്ധിക്കുക, ഗൗനിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ടു ഇറ്റ് അതിലേക്ക് ആ കല്ലിലേക്ക് അദ്ദേഹം ശ്രദ്ധിച്ചില്ല. ആൻഡ് ഡ്രോവ് അദ്ദേഹം ഓടിച്ചു ഹിസ് ഫ്ലോക്ക് റൗണ്ട് ദ അതർ സൈഡ് ഓഫ് ദ സ്റ്റോൺ അദ്ദേഹം ആ മൃഗക്കൂട്ടങ്ങളെ ആ കല്ലിൻ്റെ മറ്റൊരു വശത്തുകൂടെ കൊണ്ടുപോയി. ഓൺ അനദർ ഡേ എ ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ വാസ് പ്ലേയിങ് നിയർ ദ സെയിം റോഡ്. ഓൺ അനദർ ഡേ മറ്റൊരു ദിവസം എ ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ വാസ് പ്ലേയിങ് ഒരു കൂട്ടം കുട്ടികൾ കളിക്കുകയായിരുന്നു. നിയർ ദ സെയിം റോഡ് അതേ റോഡിന് അടുത്തായിട്ട്. ദേ സോ ദ സ്റ്റോൺ ബട്ട് പെയ്ഡ് നോ അറ്റൻഷൻ ടു ഇറ്റ്. ദേ സോ ദ സ്റ്റോൺ അവർ ആ കല്ല് കണ്ടു. ബട്ട് പക്ഷേ പെയ്ഡ് നോ അറ്റൻഷൻ ടു ഇറ്റ് പക്ഷെ അവർ ആ കല്ലിലേക്ക് ശ്രദ്ധിച്ചില്ല. അവർ ആ കല്ല് മാറ്റിയില്ല എന്ന് അർത്ഥം. എൻഗ്രോസ്ഡ് ഇൻ ദയർ ഗെയിംസ് വൺ ഓഫ് ദം ആക്സിഡൻ്റലി ട്രിപ്ഡ് ഓവർ ദ സ്റ്റോൺ ആൻഡ് ഗോട്ട് ഹേർട്ട്. എൻഗ്രോസ് എന്നാൽ മുഴുകുക എന്നാണ് അർത്ഥം. എൻഗ്രോസ്ഡ് മുഴുകി. ഇൻ ദയർ ഗെയിംസ് അവർ അവരുടെ കളികളിൽ മുഴുകി. വൺ ഓഫ് ദം അവരിൽ ഒരാൾ ആക്സിഡൻ്റലി ട്രിപ്ഡ് ഓവർ ദ സ്റ്റോൺ ആൻഡ് ഗോട്ട് ഹേർട്ട്. ആക്സിഡൻ്റലി എന്നാൽ അറിയാതെ എന്നുള്ള അർത്ഥമാണ്. അപ്രതീക്ഷിതമായി. ട്രിപ്പ് ഓവർ എന്നാൽ ഇവിടെ തെന്നി വീഴുക എന്നുള്ള അർത്ഥമാണ്. ട്രിപ്ഡ് ഓവർ ദ സ്റ്റോൺ ആ കല്ലിൽ തട്ടി തെന്നി വീണു. ആൻഡ് ഗോട്ട് ഹേർട്ട് അങ്ങനെ പരിക്കേറ്റു. ദ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം എ വുമൺ വോക്ക്ഡ് അലോങ് ദ റോഡ് ക്യാരിയിങ് എ ബാസ്ക്കറ്റ് ഓഫ് ഫ്രൂട്ട്. എ വുമൺ ഒരു സ്ത്രീ വോക്ക്ഡ് നടന്നു. അലോങ് ദ റോഡ് ആ റോഡിലൂടെ നടന്നു. ക്യാരിയിങ് ചുമന്നുകൊണ്ട് എ ബാസ്ക്കറ്റ് ഓഫ് ഫ്രൂട്ട്. ബാസ്ക്കറ്റ് എന്നാൽ കൊട്ട. ഒരു കൊട്ടയിൽ പഴങ്ങളുമായിട്ട് ഒരു സ്ത്രീ ആ റോഡിലൂടെ നടന്നു. ഷീ ടു എൻകൗണ്ടേർഡ് ദ സ്റ്റോൺ ബട്ട് ചോസ് ടു നാവിഗേറ്റ് അറൗണ്ട് ഇറ്റ് സസ്റ്റെയിനിങ് ആൻ ഇഞ്ചുറി ഇൻ ദ പ്രോസസ്. ഷീ ടു ആ സ്ത്രീയും
എൻകൗണ്ടർ എന്നാൽ ഇവിടെ അർത്ഥം കൂട്ടിമുട്ടുക എന്നുള്ള അർത്ഥമാണ്. എൻകൗണ്ടേർഡ് ദ സ്റ്റോൺ, ആ കല്ലിൽ കൂട്ടിമുട്ടി. ബട്ട് പക്ഷേ ചോസ് ടു നാവിഗേറ്റ് അറൗണ്ട് ഇറ്റ്, ആ സ്ത്രീ ആ കല്ല് മാറി നടന്നു, ആ കല്ല് മാറ്റിയില്ല എന്ന് അർത്ഥം. ചോസ് എന്നാൽ തിരഞ്ഞെടുത്തു, ആ കല്ല് മാറി നടക്കുക എന്നുള്ള മാർഗം തിരഞ്ഞെടുത്തു. സസ്റ്റെയിനിങ് എൻ ഇഞ്ചുറി, പരിക്കേറ്റു. ഇൻ ദ പ്രോസസ്, എന്താണ്, ആ കല്ലുമായി കൂട്ടിമുട്ടി ആ സ്ത്രീക്ക് പരിക്കേറ്റു. ഷീ ഗ്രംബിൾഡ്, ഗ്രംബിൾ എന്നാൽ മുറുമുറുക്കുക എന്നുള്ള അർത്ഥമാണ്. ഗ്രംബിൾഡ്, അവൾ മുറുമുറുത്തു. വൈ ഈസ് ദി സ്റ്റോൺ ഹിയർ, എന്തുകൊണ്ടാണ് ഈ കല്ല് ഇവിടെ വച്ചത്. ബട്ട് ഡിഡിൻറ്റ് ട്രൈ ടു റിമൂവ് ഇറ്റ്, പക്ഷേ ആ കല്ല് മാറ്റാൻ ശ്രമിച്ചില്ല. ആ സ്ത്രീ മുറുമുറുത്തു, എന്തുകൊണ്ടാണ് ഈ കല്ല് ഇവിടെ വച്ചത് എന്ന് പറഞ്ഞ്. അനദർ പേഴ്സൺ പാസിംഗ് ബൈ ആസ്ക്ഡ് ആർ യു ഓക്കെ. അനദർ പേഴ്സൺ, മറ്റൊരു വ്യക്തി, പാസിംഗ് ബൈ, അതിലൂടെ കടന്നു പോകുകയായിരുന്ന മറ്റൊരു വ്യക്തി, ആസ്ക്ഡ്, ചോദിച്ചു, ആർ യു ഓക്കെ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഷീ റിപ്ലൈഡ് യാ ജസ്റ്റ് എ ലിറ്റിൽ ഹേർട്ട്. ഷീ റിപ്ലൈഡ്, ആ സ്ത്രീ മറുപടി പറഞ്ഞു, യാ ജസ്റ്റ് എ ലിറ്റിൽ ഹേർട്ട്, ചെറുതായിട്ട് മുറിവേറ്റു. ലൈക്ക് ദ ചിൽഡ്രൻ, കുട്ടികളെ പോലെ. ഷീ ഡിഡ് നോട്ട് ബോദർ ടു ക്ലിയർ ദ പാത്ത്, ആ കല്ല് വഴിയിൽ കിടക്കുന്നത് ആ സ്ത്രീയെ അലോസരപ്പെടുത്തിയില്ല, ആ സ്ത്രീ കല്ല് മാറ്റിയില്ല. ലേറ്റർ, പിന്നീട്. എ ഗ്രൂപ്പ് ഓഫ് എൽഡർലി ഇൻഡിവിജ്വൽസ്, ഒരു കൂട്ടം പ്രായമായ ആളുകൾ. സ്ലോലി മെയ്ഡ് ദയർ വേ ഡൗൺ ദ റോഡ്, സാവധാനത്തിൽ ആ റോഡിലൂടെ കടന്നുപോയി ഒരു കൂട്ടം പ്രായമായ ആളുകൾ. ദേ ഓൾസോ ഡിഡ് നോട്ട് റിമൂവ് ദ സ്റ്റോൺ, അവരും ആ കല്ല് മാറ്റിയില്ല. ആൻഡ് സം എമംഗ് ദം സ്റ്റംബിൾഡ് ഓൺ ദ സ്റ്റോൺ ആൻഡ് വേർ ഹേർട്ട്. ആൻഡ് സം എമംഗ് ദം, അവരിൽ ചിലർ, സ്റ്റംബിൾഡ് ഓൺ ദ സ്റ്റോൺ. സ്റ്റംബിൾ എന്നാൽ ഇവിടെ അർത്ഥം കാലിടറുക എന്നുള്ള അർത്ഥമാണ്. ഓൺ ദ സ്റ്റോൺ, ആ കല്ലിൽ തട്ടി അവർ കാലിടറി. ആൻഡ് വേർ ഹേർട്ട്, അങ്ങനെ അവർക്ക് പരിക്കേറ്റു, അവരിൽ ചിലർക്ക്. ഇൻസ്റ്റെഡ് ഓഫ് റിമൂവിങ് ഒബ്സ്റ്റക്കിൾ, ഒബ്സ്റ്റക്കിൾ എന്നാൽ തടസ്സം. ഇൻസ്റ്റെഡ് ഓഫ് എന്നാൽ പകരമായിട്ട്, റിമൂവ് എന്നാൽ മാറ്റുക, തടസ്സം മാറ്റുന്നതിന് പകരമായിട്ട്. ദ എൻഗേജ്ഡ് ഇൻ കോൺവെർസേഷൻസ് ക്രിട്ടിസൈസിങ് ദ കിങ് ആൻഡ് ദ ചീഫ് മിനിസ്റ്റർ. ദ എൻഗേജ്ഡ്, എൻഗേജ് എന്നാൽ ഏർപ്പെടുക എന്നുള്ള അർത്ഥമാണ്. ഏർപ്പെടുക, മുഴുകുക, ഇതൊക്കെയാണ് അർത്ഥം. ദ എൻഗേജ്ഡ് ഇൻ കോൺവെർസേഷൻസ്, അവർ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടു. ക്രിട്ടിസൈസിങ് ദ കിങ് ആൻഡ് ദ ചീഫ് മിനിസ്റ്റർ, രാജാവിനെയും മന്ത്രിയെയും വിമർശിക്കുന്ന സംഭാഷണങ്ങളിൽ അവർ ഏർപ്പെട്ടു. അവർ ആ തടസ്സം, ആ കല്ല് നീക്കിയില്ല, അതിന് പകരമായിട്ട് അവർ മന്ത്രിയെയും രാജാവിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു, ആ സംഭാഷണങ്ങളിൽ മുഴുകി. അനവെയർ ഓഫ് ദെയർ ഓൺ റെസ്പോൺസിബിലിറ്റി, അനവെയർ എന്നാൽ അറിയാത്ത, ബോധവാനല്ലാത്ത, ഇതൊക്കെയാണ് അർത്ഥം. റെസ്പോൺസിബിലിറ്റി എന്നാൽ ഉത്തരവാദിത്വം, അവരുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ബോധവാന്മാരല്ലാതെ. ദേ ബ്ലെയിംഡ് ദ അതോറിറ്റീസ് ഫോർ ദ പ്രസൻസ് ഓഫ് ദ സ്റ്റോൺ ആൻഡ് ലിറ്റർ ഓൺ ദ റോഡ്. ദേ ബ്ലെയിംഡ്, ബ്ലെയിം എന്നാൽ കുറ്റപ്പെടുത്തുക, അധിക്ഷേപിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ദേ ബ്ലെയിംഡ്, അവർ കുറ്റപ്പെടുത്തി, ദ അതോറിറ്റീസ്, അധികാരികളെ, ഫോർ ദ പ്രസൻസ് ഓഫ് ദ സ്റ്റോൺ ആൻഡ് ലിറ്റർ ഓൺ ദ റോഡ്. സ്റ്റോൺ എന്നാൽ കല്ല്, ലിറ്റർ എന്നാൽ ചപ്പുചവറുകൾ, ആ റോഡിലെ ചപ്പുചവറുകളെയും അതുപോലെ കല്ലും ഇതിൻ്റെ സാന്നിധ്യത്തിൽ അവരെന്താണ്, അതോറിറ്റികളെ, അധികാരികളെ അവർ കുറ്റപ്പെടുത്തി. വൈ ഡു ദേ പുട്ട് സ്റ്റോൺസ് ഓൺ ദ റോഡ്, എന്തുകൊണ്ടാണ് അവർ വഴിയിൽ കല്ലുകൾ ഇട്ടത്. ദേ ഡിഡിൻറ്റ് റിയലൈസ് ദേ കുഡ് ഹാവ് റിമൂവ്ഡ് ദ സ്റ്റോൺ ദംസെൽവ്സ്, അവർക്ക് സ്വന്തമായിട്ട് ആ കല്ലുകൾ നീക്കം ചെയ്യാൻ കഴിയുമെന്നതിനെപ്പറ്റി അവർ ബോധവാന്മാരായില്ല. മെനി അതർ പീപ്പിൾ ഓൾസോ പാസ്ഡ് അലോങ് ദ സെയിം റോഡ്, മറ്റുള്ള ഒരുപാട് ജനങ്ങളും അതേ റോഡിലൂടെ കടന്നുപോയി. ബട്ട് ഓൾ ഓഫ് ദം വേർ സോ ഇറസ്പോൺസിബിൾ,
പക്ഷേ അവർ എല്ലാവരും തീരെ ഉത്തരവാദിത്വ ബോധം ഇല്ലാത്തവരായിരുന്നു. ദാറ്റ് ദേ ഡിഡ് നോട്ട് ബോദർ ടു റിമൂവ് ദ സ്റ്റോൺ. ആ കല്ല് മാറ്റുന്നതിനെ പറ്റിയിട്ട് അവർ ബോധവാന്മാരായില്ല, അവർ അതിന് മനസ്സ് കാണിച്ചില്ല. ഫൈനലി ദ കിങ് കോൾഡ് ദ പീപ്പിൾ ഓഫ് ഹിസ് കിങ്ഡം ആൻഡ് സെഡ്. ഫൈനലി അവസാനം ദ കിങ് കോൾഡ് ദ പീപ്പിൾ രാജാവ് ജനങ്ങളെ വിളിച്ചു. ഓഫ് ഹിസ് കിങ്ഡം ആൻഡ് സെഡ് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലുള്ള ജനങ്ങളെ രാജാവ് വിളിച്ചുകൊണ്ട് പറഞ്ഞു, കം ലെറ്റ്സ് റിമൂവ് ദ സ്റ്റോൺ ഫ്രം ദ റോഡ്. കം വരൂ, ലെറ്റ്സ് റിമൂവ് നമുക്ക് മാറ്റാം, ദ സ്റ്റോൺ ഫ്രം ദ റോഡ് ആ കല്ല് നമുക്ക് വഴിയിൽ നിന്നും എടുത്തു മാറ്റാം. പീപ്പിൾ വേർ സ്റ്റൺ ടു സീ ദ ഗോൾഡ് കോയിൻസ് ഇൻ ദ പിറ്റ് വെൻ ദേ റോൾഡ് ദ സ്റ്റോൺ അവേ. പീപ്പിൾ വേർ സ്റ്റൺഡ് ആളുകൾ ജനങ്ങൾ ഞെട്ടിപ്പോയി. ടു സീ ദ ഗോൾഡ് കോയിൻസ് ആ സ്വർണ്ണ നാണയങ്ങൾ കണ്ടപ്പോൾ. ഇൻ ദ പിറ്റ് ആ കുഴിയിൽ സ്വർണ്ണ നാണയങ്ങൾ കണ്ടപ്പോൾ ജനങ്ങൾ ഞെട്ടിപ്പോയി. വെൻ ആ സമയത്ത്. വെൻ ദേ റോൾഡ് ദ സ്റ്റോൺ അവേ ആ കല്ല് അവർ ഉരുട്ടി മാറ്റിയപ്പോൾ ആ കുഴിയിൽ ആ സ്വർണ്ണ നാണയങ്ങൾ കണ്ട് ജനങ്ങൾ ഞെട്ടിപ്പോയി. ലുക്ക് ദർ വേർ ഗോൾഡ് കോയിൻസ് അണ്ടർ ദ സ്റ്റോൺ. നോക്കൂ, ആ കല്ലിന് താഴെയായിട്ട് സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു. ബട്ട് നോ വൺ ബോദേർഡ് ടു റിമൂവ് ദ സ്റ്റോൺ. പക്ഷെ ആരും തന്നെ ആ കല്ല് മാറ്റുന്നതിനെപ്പറ്റി ബോധവാന്മാരായില്ല. സോ നോ വൺ ഡിസേർവ്സ് ദീസ് ഗോൾഡ് കോയിൻസ്. സോ ആയതിനാൽ നോ വൺ ഡിസേർവ്സ്. ഡിസേർവ് എന്നാൽ അർഹിക്കുക എന്നുള്ള അർത്ഥമാണ്. നോ വൺ ഡിസേർവ്സ് ഒരാളും അർഹിക്കുന്നില്ല. ദീസ് ഗോൾഡ് കോയിൻസ് ഈ സ്വർണ്ണ നാണയങ്ങൾ. ആരും തന്നെ കല്ല് എടുത്തു മാറ്റിയില്ല, അതുകൊണ്ട് ആരും ഈ സ്വർണ്ണ നാണയങ്ങൾ ഒരാളും തന്നെ അർഹിക്കുന്നില്ല. ഇഫ് യു ഹാഡ് ബീൻ റെസ്പോൺസിബിൾ ആൻഡ് റിമൂവ്ഡ് ദ സ്റ്റോൺ. ഇഫ് യു ഹാഡ് ബീൻ റെസ്പോൺസിബിൾ നിങ്ങൾ ഉത്തരവാദിത്വബോധം ഉള്ളവരായിരുന്നെങ്കിൽ. ആൻഡ് റിമൂവ്ഡ് ദ സ്റ്റോൺ ആ കല്ല് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ. ദ ഗോൾഡ് കോയിൻസ് വുഡ് ഹാവ് ബീൻ യുവേഴ്സ് ആ സ്വർണ്ണ നാണയങ്ങൾ നിങ്ങളുടേത് ആയേനെ. ദ കിങ് സെഡ് ഹിസ് പീപ്പിൾ. ദ കിങ് രാജാവ് സെഡ് പറഞ്ഞു. ടു ഹിസ് പീപ്പിൾ അദ്ദേഹത്തിൻ്റെ ജനങ്ങളോട് രാജാവ് പറഞ്ഞു, നിങ്ങൾ ഉത്തരവാദിത്വമുള്ളവരായിക്കൊണ്ട് ആ കല്ല് മാറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ സ്വർണ്ണ നാണയങ്ങൾ നിങ്ങളുടേത് ആയേനെ. ദ കിങ് ഓർഡേർഡ് ഹിസ് മിനിസ്റ്റർ. രാജാവ് മന്ത്രിയോട് ഉത്തരവിട്ടു. ടേക്ക് ദ ഗോൾഡ് കോയിൻസ് ടു മൈ പാലസ്. ഈ സ്വർണ്ണ നാണയങ്ങൾ എൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകൂ. ആഫ്റ്റർ ഹിയറിംഗ് ദിസ് ദ പീപ്പിൾ ഫെൽറ്റ് അഷെയിംഡ് ആൻഡ് സോറി ടു. ഇത് കേട്ടതിന് ശേഷം ആളുകൾക്ക് ലജ്ജ തോന്നി, ആളുകൾക്ക് ദുഃഖം തോന്നി. സോറി എന്നതിൻ്റെ മറ്റൊരർത്ഥം പശ്ചാത്താപിക്കുക എന്നുള്ള അർത്ഥമാണ്. ഇത് കേട്ട് ആളുകൾ ലജ്ജയുള്ളവരായി, ആളുകൾ പശ്ചാത്താപിക്കുകയും ചെയ്തു. ആൻഡ് പ്രോമിസ്ഡ് ടു ബി റെസ്പോൺസിബിൾ സിറ്റിസൺസ്. ഉത്തരവാദിത്വ ബോധമുള്ള പൗരന്മാർ ആയിരിക്കുമെന്ന് അവർ ഉറപ്പു നൽകുകയും ചെയ്തു.